ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന 2 കഞ്ചാവ് ടീംസാണ്. ഒന്ന് അനീഷ്, ഇപ്പം ഇത് ചെന്നൈയിൽ നിന്ന് വന്ന ശ്രീദേവി. ഇവർക്ക് ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇവർ ഇത് ഏത് ബ്രാൻഡാണെന്നൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നതാണ്. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മണാലി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ മണാലിയിൽ എത്തിയിട്ട് നമ്മളെ കാഴ്ചകൾ കാണാനും ഭയങ്കര സൗണ്ട്. ഞാൻ ഇൻട്രോ കൊടുക്കാമെന്ന് അവർക്ക് അറിഞ്ഞോളൂ. ഓക്കെ, അപ്പം നമ്മൾ മണാലി കാഴ്ചകൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇപ്പം നമ്മൾ റൂമിൽ കയറി ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പം ഏകദേശം 12 മണിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഈ വെയിലൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമില്ല. നല്ല തണുപ്പുള്ളത് കൊണ്ട് ഈ വെയിൽ നമുക്കൊരു ആശ്വാസം പോലെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ടീംസ് ഇപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഹിഡംബ ടെമ്പിളിലാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ആളുകളൊക്കെ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോവാണ്. വരിയായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ ഒരു ടെമ്പിള്. ഇത് സാധാരണ ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ നാട്ടിലുള്ള ആളുകളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ വന്ന് തടഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളും പൂജാ പരിപാടികളൊന്നും നമ്മൾ എടുക്കുന്നില്ല. എന്തായാലും ആ ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആളുകളൊക്കെ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഫോട്ടോ പരിപാടികളിലൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണാലിയിലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര്, അതായത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് അവരൊന്നുമില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, നമ്മളിവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടു. എന്തൊക്കെയോ വലിയൊരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ടെമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണിത്, പലർക്കും അറിയുന്നുണ്ടാവും. അപ്പം നമ്മുടെ ടീംസ് എല്ലാം ഭയങ്കര ഫോട്ടോ സെഷനാണ്. ദേ കണ്ടില്ലേ, നവദമ്പതികളാണ് ഇണക്കുരുവികളെ പോലെ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ ശബരി ദ ട്രാവലർ. ഇതാരാണ്? ശിവാനി ഫോട്ടോ എടുത്തു. ഓക്കെ, ഇഷ്ടപ്പെട്ടോ അമ്പലം? ഇഷ്ടായി. പക്ഷെ പ്രതിഷ്ഠനെ കാണാൻ പറ്റില്ല. അത് ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഇതേ ആ സൈഡിൽ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മൊയലിനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 30 റുപ്പീസാണ് പറഞ്ഞേട്ടോ. എന്നിട്ട് വേണ്ടതൊന്ന് പറ്റി കൈ കൊണ്ടുവന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു അഡ്വഞ്ചർ സംഭവം. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 150 റുപ്പീസാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ ഗോവയിൽ വലിയ പാരസൈലിംഗ് ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞതിന്. പക്ഷേ ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഈ നട്ടുച്ചയ്ക്കാണ് ഇവരിത് ചെയ്യണമെന്ന് ആലോചിക്കണം കേട്ടോ. വെയിലിപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. താലിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഭയങ്കര ബോറായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ പരീക്ഷിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ
അത് ശരിക്കും ചിലർക്കൊക്കെ സിങ്ക് ആവുള്ളൂ, എനിക്ക് എന്നാലും ഇഷ്ടപ്പെട്ടില്ല. ഇനി ബാക്കിയുള്ള കുറേ പേരും ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഈ നട്ടുച്ചയ്ക്ക് ഈ കളകള ശബ്ദം കേൾക്കാൻ നല്ല രസം കിട്ടും. ഇവിടുത്തെ ആംബിയൻസും കിട്ടുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ്. നമ്മൾ മണാലിയിൽ ഫസ്റ്റ് ഡേ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്യാമറാമാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, ഉള്ളതുപോലെയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇത് നമ്മളുടെ ട്രാവലറിൽ നിന്നുള്ള വിഷ്വലാണ്. ഈ പ്രദേശമൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ ആകാംക്ഷയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വസിഷ്ഠ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോ സ്പോട്ടുകളിലും, അതായത് ഓരോ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിലും സൈഡിലൊക്കെ നിറയെ ഷോപ്പുകളും കാര്യങ്ങളുമായിട്ട് നല്ല ഭംഗിയാണ്, ഒരു കളർഫുള്ളാണ് കാണാൻ തന്നെ. ഇതിപ്പം ഇവിടെയുള്ള ലേഡീസാണ് കേട്ടോ. ഇവരൊക്കെ കാണാൻ തന്നെ ഇവരുടെ ഒരു കളർ, സ്കിൻ ടോണൊക്കെ ഒന്ന് നോക്കൂ. ചിരിക്കുമ്പോൾ ഇത് തുടുത്ത് വരുന്ന ആപ്പിൾ പോലെ അല്ലേ. ഇവർ ആപ്പിളൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഭംഗിയല്ലേ. ഇപ്പം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ആപ്പിൾ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. മണാലിയിൽ വരുന്നത് ഓരോ
സമയങ്ങളിലും ഓരോ പ്രത്യേകതകളാണ്. ഏറ്റവും മഞ്ഞുള്ള സമയമുണ്ട്, മഞ്ഞ് തീരെ ഇല്ലാത്ത സമയമുണ്ട്, ആപ്പിൾ പൂത്ത് നിൽക്കുന്ന സമയമുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മണാലിയിലുണ്ട് എന്നുള്ളതാണ്. ഏത് വേണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. അപ്പം നമ്മൾ അധികം പിന്നെ മഞ്ഞ് പെയ്യുന്ന സമയം വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സമയം സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ മുമ്പിലെത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭൂമിക്കടിയിൽ നിന്ന് ചൂടുവെള്ളം വരുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാൻ വേണ്ടിയിട്ട് 2 കുളങ്ങൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം വരുന്ന ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് കുളിക്കാം. ഇത് ആ കുളത്തിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ ക്യാമറ ഒന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഞാനത് ഉൾപ്പെടുത്തിയില്ല, അവിടെ നല്ല കുളിസീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കാണണ്ട. ഇപ്പോൾ ഇതും ഒരു ടെമ്പിൾ തന്നെയാണ്. എന്തൊരു ഭംഗിയാണല്ലേ.
ഷാരി തിരിച്ചറിഞ്ഞു, ഷാരി പിന്നെ തിരിച്ചറിഞ്ഞു ഒരാള്. ഞാൻ പറഞ്ഞു കൊടുത്താ ഷാരി അങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞു. TCV-യിലാ സന്തോഷമായില്ലേ? ഹിമാലയത്തിൽ തിരിച്ചറിയാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ? ആ ഉണ്ട്, ഹിമാലയത്തിൽ വെച്ച് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കൂട്ടി കയറി. ഞങ്ങളുടെ കൂട് കണ്ട അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൽ രാവിലെ കോലാഹലം മുഴുവനും ആകെ നല്ല വൃത്തിയുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങളുടെ റൂമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ മണാലിയിലെ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അലച്ചിലായിരുന്നു. എല്ലാവരും കുറേ മാൾ റോഡിൽ വന്നിട്ട് കുറേ ഐറ്റംസൊക്കെ ഷെയർ ചെയ്തു. ഈ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.